വഖഫ് ബോർഡുകളുടെ അധികാരങ്ങളിൽ നിർണായക മാറ്റം വരുത്തുന്ന ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. ബില്ലിൽ സൂക്ഷ്മ പരിശോധന വേണമെന്ന പ്രതിപക്ഷ ആവശ്യം പരിഗണിച്ചാണ് നടപടി. ബിൽ മുസ്ലിം വിരുദ്ധവും ഭരണഘടനയ്ക്കെതിരുമാണെന്ന പ്രതിപക്ഷ വിമർശനത്തിനിടെയാണ് ലോക്സഭയിൽ വഖഫ് ബിൽ അവതരിപ്പിച്ചത്. Through this bill, they are putting a proviso that non-Muslims also be the member of the governing council. This provision, anybody, non-Muslims also be part of Waqf Council, is correctly an attack on the faith and freedom of religion. മതവിശ്വാസങ്ങളിൽ കടന്നുകയറാനുള്ള സർക്കാർ ശ്രമം അപകടകരമാണെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ ആരോപിച്ചു. ജനാധിപത്യം മുന്നോട്ട് വയ്ക്കുന്ന മതസൗഹാർദ്ദമാണ് ബില്ല് ചോദ്യം ചെയ്യുന്നതെന്ന് CPM അംഗം കെ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. This bill has breached our constitutional right of practice of religions. This bill has violated the constitutional article 25, 26, 27, 28 and 30. വഖഫ് ഭേദഗതി കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട്. മുസ്ലിം മതവിശ്വാസികളെയല്ല വഖഫ് സ്വത്തുകൾ കൈയടക്കി വെച്ചിരിക്കുന്നവരെയാണ് പ്രതിപക്ഷം പ്രതിനിധീകരിക്കുന്നതെന്നായിരുന്നു കിരൺ റിജിജുവിന്റെ മറുപടി. आर्टिकल 25 से लेकर के 30 तक किसी रिलीजियस बॉडी का जो फ्रीडम है उसमें कोई हस्तक्षेप नहीं किया जा रहा है, ना ही संविधान का किसी भी अनुच्छेद का इसमें उल्लंघन किया गया है. JDU, തെലുങ്ക് ദേശം തുടങ്ങിയ NDA ഘടകകക്ഷികളും ബില്ലിനെ അനുകൂലിച്ചു. ശബ്ദ വോട്ടെടുപ്പിൽ ബിൽ അവതരിപ്പിക്കാൻ സഭ അനുവാദം നൽകി. കൂടുതൽ പരിശോധനയ്ക്ക് ബിൽ വിധേയമാക്കണമെന്ന പ്രതിപക്ഷ നിർദ്ദേശം സർക്കാർ തുടർന്ന് അംഗീകരിച്ചു. സംയുക്ത പാർലമെന്ററി സമിതിയാകും വഖഫ് ഭേദഗതി ബിൽ വിലയിരുത്തുക. JPC പരിഗണിക്കുന്ന ബിൽ അടുത്ത സമ്മേളനത്തിൽ സഭ ചർച്ച ചെയ്യും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.